ഇന്ദുലേഖയ്ക്ക് നൃത്താവിഷ്കാരം ഒരുങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാൻ ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ചൈതന്യ ഉണ്ണി തന്നെയാണ്. സ്വാഗതം ഡോക്ടർ ചൈതന്യ. താങ്ക് യു. അടുത്ത ജനുവരിയിൽ സൂര്യ ഫെസ്റ്റിവലിൽ ഇത് അരങ്ങിലെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി അധികം നാളുകളില്ല, എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് കരുതാം. തീർച്ചയായിട്ടും സമയം വളരെ ചെറുതായി കൊണ്ട് ഇരിക്കുകയാണ്. ഒരുപാട് പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യം ഇനി ഇരിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻസും ഇതിനു വേണ്ടി ഇതുവരെ നടത്തിയ തയ്യാറെടുപ്പുകളും? എന്തുകൊണ്ടാണ് ഇതൊരു ശക്തമായ കഥാപാത്രം തന്നെയാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത്. ഒരു ലക്ഷണമൊത്ത നോവലായിരുന്നു. അത് ഈ മോഹിനിയാട്ട രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നേരിട്ട വെല്ലുവിളികളും ഒപ്പം തന്നെ അതിനുവേണ്ടി ചെയ്ത തയ്യാറെടുപ്പുകളും എന്തൊക്കെയായിരുന്നു? ഇതിൻ്റെ മെയിൻ തയ്യാറെടുപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിനെ പറ്റിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വേഷവിധാനം, അവരുടെ ഭാഷ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കി. പിന്നെ ഇദ്ദേഹം ആ നോവലിലൂടെ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിച്ചത് എന്ന് ആ കാര്യം ഉൾക്കൊള്ളുക. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഇനീഷ്യൽ ഫേസ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു നോവൽ എന്നുള്ളൊരു മീഡിയം നമ്മുടെ ഒരു ദൃശ്യാവിഷ്കരണം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ നോവൽ വായിക്കുമ്പോൾ ഒരു വായനക്കാരൻ്റെ ഇമാജിനേഷൻസ് കൂടി അതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു വിഷ്വലായിട്ട് നമ്മളിനി കാണുമ്പോൾ അത് ക്വൈറ്റ് ലിമിറ്റഡാണ്. നമ്മൾ കാണുന്നതാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം അത് എഫക്റ്റീവായിട്ട് വരാൻ പറ്റുമെന്ന് ആ ഒരു പേടി എനിക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അതാണ് ശ്രമിച്ചത്. ഇന്ദുലേഖ എന്ന നോവൽ മലയാള സാഹിത്യത്തിൽ എന്താണ് എന്നതിപ്പോഴും കൃത്യമായി നിർവചിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു നാഴികക്കല്ല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കഥാപാത്രത്തെ 19-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ചന്തുമേനോൻ സൃഷ്ടിച്ചെടുത്തു എന്നത് തന്നെ അത്ഭുതമാണ്. അങ്ങനെ ആ നോവലിലെ ഇന്ദുലേഖ എന്ന കഥാപാത്രത്തെ മോഹിനിയാട്ട രൂപത്തിൽ അരങ്ങിലേക്ക് എത്തിക്കുമ്പോൾ നോവലിൽ ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും, ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ട നോവലിൽ ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും മോഹിനിയാട്ട രൂപത്തിലേക്ക് മാറുക? ഇന്ദുലേഖ എന്നുള്ള ക്യാരക്ടർ അത് നമ്മളിപ്പോൾ ഈ ദൃശ്യാവിഷ്കരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ആ ക്യാരക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ആ ക്യാരക്ടറിനെ നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടർ, അതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിലെ ഏതൊക്കെ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും എല്ലാ താളുകളും നമുക്ക് എടുത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മളിത് പ്ലാൻ ചെയ്യുന്ന 1 മണിക്കൂർ ഷോ ആയിട്ടാണ്. പക്ഷേ അതിലെ സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ അത് എൻ്റെ വ്യാഖ്യാനം, എൻ്റെ ഒരു പെർസെപ്ഷനിലൂടെ അവതരിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ ചന്തുമേനോൻ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം ഇത് സൃഷ്ടിക്കുമ്പോൾ ഈ ഒരു നോവൽ എഴുതുന്നതിന് മുന്നേ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം രാമവാര്യർ എന്ന് പറഞ്ഞ ഒരു ചിത്രകാരൻ്റെ അടുത്ത് പോയി ഇന്ദുലേഖ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനെ വരപ്പിച്ച് ആ ക്യാരക്ടർ വിഷ്വലായിട്ട് കണ്ടിട്ടാണ് അദ്ദേഹം ഈ നോവൽ എഴുതുന്നത്. അപ്പോൾ അതിന് ഒരുപാട് സുവിശേഷതകൾ ഉള്ള ഒരു നോവലാണത്. അപ്പം ഞാനിത് എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് ആ കാലഘട്ടത്തിലൂടെ ഒന്ന് സഞ്ചരിച്ച് അത് ഏറ്റവും മനോഹരമായിട്ട് രൂപത്തിൽ അവതരിപ്പിക്കാനാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥനയും. ഇതൊരു മോഹിനിയാട്ട രൂപത്തിലേക്ക് മാറ്റണം എന്ന ഒരാഗ്രഹം എപ്പോൾ മുതലാണ് പിറവിയെടുത്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചത്? അത് ഒരു കഴിഞ്ഞ ഒരു 15 മാസം മുന്നേ, ഒരു ഇയർ ആൻഡ് ഹാഫ് മുന്നേ എന്തെങ്കിലും എനിക്ക് ചെയ്യണം, എനിക്ക് വീണ്ടും ഡാൻസിലേക്ക്
തിരിച്ചെത്തണം, അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നു. അപ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് സൂര്യകൃഷ്ണമൂർത്തി സാർ അവിടെ ഓസ്ട്രേലിയയിൽ വരുന്നതും അദ്ദേഹത്തായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ നൃത്തരൂപങ്ങളെ പറ്റിയിട്ടും അപ്പോൾ എന്തെങ്കിലും സോഷ്യൽ കോണ്ടെക്സ്റ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അത് റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നൃത്യാവിഷ്കരണം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണമൂർത്തി സാർ പറഞ്ഞു എന്തുകൊണ്ട് ഇന്ദുലേഖ എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റിയിട്ട് ചിന്തിച്ചുവിടുക. അത് ശരിക്കും എനിക്ക് ഒരു സത്യം പറയുകയാണെങ്കിൽ ഇതായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതെന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. എനിക്ക് ശരിയാണ്, എനിക്കിതാണ് ചെയ്യേണ്ടത്, ദിസ് ഈസ് വാട്ട് ഐ വാസ് മെൻ ടു ഡു. ആ ഒരു ഫീലിംഗ്, ആ ഒരു ധൈര്യം, യെസ് ഞാൻ ഇത് ചെയ്യും, ഇതെനിക്ക് ചെയ്യണം, ആ ഒരു സംഭവം വന്നത്. അവിടെ മുതലാണ് ഇതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് മുന്നോട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. അത് പിന്നെ അതിൻ്റെ പുറകെ ആ പുസ്തകം ഒരുപാട് വായിച്ചിട്ടുണ്ട് പണ്ടെങ്കിലും അത് വീണ്ടും വായിക്കുക, ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ എനിക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാവുമായിരുന്നു. ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ അവരെന്താ ഉദ്ദേശിച്ചത്, അതൊരു സോഷ്യൽ റെലവൻസ്, സോഷ്യൽ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചു. അതൊക്കെ ആ കാര്യത്തിനൊക്കെ പറ്റിയിട്ട് എനിക്ക് ശരിക്കും കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് പറ്റി. അപ്പം ആ ഒരു സമയം മുതലാണ് ഈ ഇന്ദുലേഖ എന്നുള്ള ദൃശ്യാവിഷ്കരണത്തിൻ്റെ യാത്ര തുടങ്ങുന്നത്. ചന്തുമേനോന്റെ ഇളമുറക്കാരി എന്ന് പറയാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. സ്വാഭാവികമായും ചൈതന്യ ജനിച്ചു വീണത് മുതൽ കുടുംബത്തിൻ്റെ തറവാട്ടിൻ്റെ ചുവരുകൾക്കുള്ളിൽ സംസാരങ്ങൾക്കിടയിലൊക്കെ ചന്തുമേനോൻ ഉണ്ടാകും, ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പിന്നീട് ഇപ്പോൾ ആ അനശ്വര നോവലിന് ഒരു ദൃശ്യാവിഷ്കാരം ഒരുക്കാൻ ചൈതന്യ തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും കുടുംബത്തിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണമായിരുന്നു, ഏതൊക്കെ തരത്തിലുള്ള പിന്തുണയാണ് ചൈതന്യക്ക് കിട്ടിയത്? പിന്തുണയുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള എൻകറേജ്മെൻ്റ് കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയേണ്ടതായിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൽ നിന്നുള്ള സപ്പോർട്ട്. നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യാതെ, നമ്മുടെ ഫാമിലിയെ നമ്മുടെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, 4 വയസ്സും 1 വയസ്സും. അപ്പോൾ ഇങ്ങനെ ചെറിയ മക്കളുണ്ട്. അപ്പോൾ ഇവരൊക്കെ വെച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു വലിയൊരു സംരംഭം ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് എനിക്കൊരു ചാലഞ്ച്, എനിക്കിത് ചെയ്യണം, അതെൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്, എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. ഇത് മനസ്സിലാക്കിയ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും പൂർണ്ണമായിട്ട് എന്നെ പിന്തുണച്ചു. അവർ ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ കുട്ടികളെ നോക്കുന്നതിനെ പറ്റിയിട്ടാണെങ്കിലോ ഇപ്പം ഞാൻ ഇതിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും എൻ്റെ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് എനിക്ക് 100% എനിക്ക് കിട്ടുന്നുണ്ട്. അതില്ലാതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. പിന്നെ അതേമാതിരി കൂട്ടുകാരുടെ സപ്പോർട്ട്, പിന്നെ ഒരുപാട് നല്ല വെൽവിഷേഴ്സ് എനിക്ക് ഫേസ്ബുക്കിലൂടെയും ഒക്കെ മെസ്സേജൊക്കെ ഒരുപാട് വരാറുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നതിനെ പറ്റിയിട്ട് വളരെ നന്നായിട്ട് പറയുന്നതും. പിന്നെ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന. ഞാനിപ്പോൾ ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആരുടെയെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചന്തുമേനോൻ്റെ കൊച്ചുമോളാണ്, ഇവരിത് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്നൊരു സന്തോഷം ശരിക്കും അത് തന്നെയാണ് എനിക്ക് ഈ ഒരു സംരംഭം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്ത്. അത് നിഷേധിക്കാൻ പറ്റില്ല. അത്രയും സ്ട്രെങ്ത്ത് എനിക്ക് ഫാമിലിയിൽ നിന്നും, ഫാമിലി കുടുംബാംഗങ്ങളിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, പിന്നെ നമ്മുടെ നാട്ടുകാരിൽ നിന്നും കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ബലം. അതാണ് എൻ്റെ ബലം. അതാണ് ഇന്ദുലേഖയെ പോലെ ഒരു ശക്തമായ കഥാപാത്രത്തെ മോഹിനിയാട്ടം പോലെയുള്ള ഒരു ലാസ്യഭാവത്തിലൂടെ അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ അതൊരു വെല്ലുവിളി തന്നെയാണ്. അത് ചിട്ടപ്പെടുത്തിയതൊക്കെ ആരാണ്? നമ്മൾ ആ ഘട്ടത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ അതിൻ്റെ വരികളൊക്കെ
ചിട്ടപ്പെടുത്തുന്നത്. രാജീവ് ആലുങ്കളാണ് അതിന് വരികൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഏർലി സ്റ്റേജിലാണ്. അതിൻ്റെ ഡാൻസിൻ്റെ ഡയറക്ഷൻ ഞാൻ തന്നെയായിരിക്കും ചെയ്യേണ്ടാവുക. അപ്പം അതിൻ്റെ ഏർലി സ്റ്റേജിലാണ്. ഇങ്ങനെ ഒരു ബേബി സ്റ്റെപ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായും ഒരു നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു അത്ഭുതമാണ് 19ാം നൂറ്റാണ്ടിൽ അങ്ങനെ സ്ത്രീക്ക് ഇത്രയും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടാവുക. ഇന്നിപ്പോൾ സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നു. എല്ലാ സ്ത്രീകളും അവരവരുടെ അവകാശങ്ങളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ്. അന്ന് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ അന്ന് ദ ഗ്രേറ്റ് ഫാദർ അങ്ങനെ ഒരു നോവൽ എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ ചൈതന്യക്ക് അറിയുമായിരിക്കും. അന്ന് അങ്ങനെ ഒരു വളരെ ബോൾഡായ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുത്തത് എങ്ങനെയാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും കുടുംബപരമായ വിവരങ്ങൾ അറിയാമോ? സ്വാഭാവികമായും ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടാവുമല്ലോ ഇതിനു വേണ്ടി. തീർച്ചയായിട്ടും ഞാനിത് ജനിച്ച് നമ്മൾ വളരുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് വളരുന്നത്. അപ്പോൾ ഒ ചന്തുമേനോനെ പറ്റിയിട്ടുള്ള കഥകൾ കേട്ടിട്ടും അദ്ദേഹം ഇത് എഴുതാനുണ്ടായ സാഹചര്യത്തിനെ പറ്റിയിട്ടും ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഞാൻ വളരുന്നത്. അപ്പോൾ എനിക്കിത് മനസ്സിലായിരിക്കുന്നത്, ഞാൻ എൻ്റെ വല്യമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ മകൾ ദേവികുട്ടിയമ്മ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ നോവലിൻ്റെ ഈ ആശയം എഴുതാൻ തുടങ്ങിയത്. അത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദുലേഖ എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ പോലെയുള്ള ഒരു സ്വഭാവക്കാരി അല്ലെങ്കിൽ അതേമാതിരിയുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ മകള്. അപ്പം അങ്ങനെ ഒരു മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു സംബന്ധത്തിൽ കൊടുത്തഴിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ചിന്തിക്കാവുന്നതിന് അപ്പുറമായിരുന്നു. അപ്പം ഈ ഒരു കാര്യം അന്നത്തെ സാഹചര്യം വെച്ചിട്ട് ഇവരെ എനിക്ക് പാട്ടത്തിൽ നാരായണൻകുട്ടി അവരെ കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. അവരെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് അത് സംഭവിക്കാൻ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു എങ്ങനെയാണ് മാറ്റം വരുത്തുക എന്ന് ചിന്തിച്ച് ഒരു നോവൽ എല്ലാ മനുഷ്യന്മാർക്കും വായിച്ച് രസിക്കാൻ പറ്റാവുന്ന രീതിയിലും അവർ വായിച്ച് രസിച്ച് മാത്രമല്ല അതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ നോവൽ ചിട്ടപ്പെടുത്തിയത്. അത് ആ ഒരു സോഷ്യൽ സർക്കംസ്റ്റൻസസ് അന്നത്തെ ഒരു കാലഘട്ടത്തിനെയാണത് കാണിക്കുന്നത്. പിന്നെ ആ 1889 എന്നുള്ള ആ സമയത്താണല്ലോ ഇത് പൂർത്തീകരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പ്രണയം ഈ ആശയമൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ അത്ഭുതകരമാണ്. നമുക്കിപ്പോൾ പോലും നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് ഇത്രയും ധൈര്യത്തോടെ പ്രേമം എന്നുള്ള ആശയം, സ്വന്തം ഭർത്താവിനെ താൻ തന്നെ കണ്ടെത്തുക, അതിലുറച്ച് നിൽക്കുക, അത് ബാക്കി കുടുംബാംഗങ്ങളൊക്കെ അതിലേക്ക് സമ്മതിക്കുക എന്നുള്ളതൊക്കെ പറയാൻ ഭയങ്കര അതിശയമായിട്ടുള്ള കാര്യമാണത്. അപ്പം ആ ഒരു നോവൽ കാണിക്കുന്നത് അന്നത്തെ സോഷ്യൽ സർക്കംസ്റ്റാൻസസ്. അതാണ് ആ നോവലിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അത് വളരെ ഭംഗിയായിട്ട് നല്ല ഭാഷയിൽ പ്രേമത്തിൻ്റെ ചൊയയിൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ അത് ഫാമിലിയുടെ ഒരു അദ്ദേഹം മാറ്റം വരുത്തണം, ഇനി വരുന്ന തലമുറക്കാർ ഇന്ദുലേഖകൾ ആയി മാറണം, ഇന്ദുലേഖമാർ കൂടുതൽ ജനിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അത് എഴുതിയതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ഇനി ചൈതന്യൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടറാണ്, ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെ വെച്ച് ആ ഒരു പ്രൊഫഷൻ്റെ ഒപ്പം തന്നെ ഈ നൃത്തത്തെ കൊണ്ടുപോവുക, അത് എത്രത്തോളം സാധ്യമായിരുന്നു ഇതുവരെ, ഇനി മുൻപോട്ട് എങ്ങനെയായിരിക്കും? വളരെ എളുപ്പമല്ല, പക്ഷേ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം നമുക്ക് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ജോലിയുണ്ട്, കുട്ടികളുണ്ട്, വീട് നോക്കുക ഒക്കെ ഉണ്ടെങ്കിലും ഇതെൻ്റെ ദിസ് ഇസ് മൈ പാഷൻ. ഡാൻസ് എൻ്റെ പാഷനാണ്. അപ്പോൾ അത് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേക്കും. അത് എഴുന്നേറ്റ് ആ ഒരു സമയം ഞാൻ എൻ്റെ ഡാൻസ് അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റീവ് വർക്കിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും. അതിന് ശേഷമാണ് എൻ്റെ
ദിവസം തുടങ്ങുന്നത്. എളുപ്പമല്ല, പക്ഷേ ഇമ്പോസിബിൾ അല്ല. നമ്മൾ മനസ്സുറപ്പിച്ചൊരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് ചെയ്യല വഴി നമുക്ക് ദൈവം കാണിച്ചു തരും. ഈ ഒരു മനസ്സുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഇന്ദുലേഖയായി ട്രാൻസ്ഫോം ചെയ്യാൻ ചൈതന്യക്ക് നേരത്തെ സിനിമയിലും ഒരു കൈ നോക്കി, സതയത്തിൽ അഭിനയിച്ചു, ബാലതാരമായി, അതിൽ അവാർഡും ലഭിച്ചു. സ്വാഭാവികമായും സിനിമയിലേക്കൊരു തിരിച്ചുവരവ് അത് ലക്ഷ്യമാണോ ഇപ്പോഴും? സിനിമയിൽ ഞാൻ കുട്ടിക്കാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി സ്റ്റേറ്റ് അവാർഡും പിന്നെ കേരള ഗവൺമെൻറ് സ്റ്റേറ്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റും പിന്നെ ഒരു കലാവേദി സ്റ്റേറ്റ് അവാർഡും കലാവേദി അവാർഡ് ബാംഗ്ലൂരിന് അത് കിട്ടി. പക്ഷേ ഏത് കാലവും എനിക്ക് ഇഷ്ടം ഡോക്ടർ ആവാനായിരുന്നു. അത് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. അതിൽ എനിക്ക് രണ്ട് അഭിപ്രായങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടായിട്ടില്ല. എന്താ ആവണ്ടേന്ന് ചോദിച്ചാൽ പണ്ട് മുതലേ എനിക്ക് ഡോക്ടറായാൽ മതി, അതിൽ വ്യത്യാസമൊന്നുമില്ല. സിനിമ എൻ്റെ മനസ്സിലില്ലാത്ത ഒരു കാര്യമാണ്. എനിക്ക് എൻ്റെ ജീവിതം ഇനിയും ഡോക്ടറായിട്ട് മുന്നോട്ട് പോകണം. ഡാൻസ് എൻ്റെ പാഷനാണ്. അതിലെനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത്രമാത്രം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, ഏതായാലും ജനുവരിയിലെ സൂര്യ ഫെസ്റ്റിവലിൽ അരങ്ങേറ്റം നടക്കുകയാണ്. ഇന്ദുലേഖയായി ഒരു ദൃശ്യാവിഷ്കാരം നടത്തുകയാണ് ഡോക്ടർ. അപ്പോൾ ആശംസകൾ നേരുകയാണ് ഞങ്ങൾ. താങ്ക് യു വെരി മച്ച്. അപ്പം മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയതിന് ജനുവരി 11 കേട്ടില്ല. മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയതിനും ഇതുവരെ വിശേഷങ്ങൾ പങ്കുവച്ചതിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. വളരെ നന്ദിയുണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിലും. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സമയം എൻ്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിന് ബിഗ് താങ്ക് യു.